റിക്രൂട്ടിംഗ് ഏജൻസി കബളിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് സൗദിയിൽ കുടുങ്ങിയതായി പരാതി. കോഴിക്കോട് വടകര നാദാപുരം സ്വദേശി ഹൃദിക്കാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഏജൻസി മുഖേന സൗദിയിൽ പോയ തനിക്ക് വാഗ്ദാനം ചെയ്ത ജോലി ലഭിച്ചില്ല എന്നും പണം നഷ്ടമായെന്നും ഹൃദിക് പറയുന്നു. ഏജൻസി കൈയൊഴിഞ്ഞതോടെ തിരികെ വരാൻ പറ്റാതെ പ്രതിസന്ധിയിലാണ് ഹൃദിക്. കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മാനേജ്മെന്റ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണ് 3 മാസം മുമ്പ് ഹൃദിക് സൗദിയിൽ പോയത്. ഇലക്ട്രീഷ്യൻ ജോലിക്കായി 1 ലക്ഷം രൂപ ഏജൻസി മുഖേന നൽകിയിരുന്നു. 1800 റിയാൽ മാസശമ്പളമാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. വിവിധ ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെട്ടതിനൊപ്പം കുറഞ്ഞ ശമ്പളമാണ് നൽകിയത്. ഈ പറഞ്ഞ സാലറി പറഞ്ഞ പണിയായിരിക്കും, വേറെ പണിയായിരിക്കില്ല. പറഞ്ഞ പണിയും പറഞ്ഞ സാലറി ഞങ്ങളെ കമ്പനി അത്രയും വിശ്വസ്തയാണ്, ഞങ്ങളത് ഉറപ്പ് നൽകുന്നതെന്ന് പറഞ്ഞ് അവരെ ഇതിൽ പോയതാണ്. ഞാൻ ഇപ്പോൾ സൗദിയിൽ എത്തി നോക്കുമ്പം ഇവിടെ എന്ന് വെച്ചാൽ ഉള്ള ക്ലീനിങ്, വെൽഡിങ്, കോൺക്രീറ്റ്, ഇവർ IRB പറയുന്ന എല്ലാ പണിയും ഞാൻ എടുക്കണം. പറഞ്ഞ സാലറി ഇല്ല. 1800 സാലറി പറഞ്ഞിട്ട് ഇവിടെ എത്തി നോക്കുമ്പം 1400 സാലറി ആയിരുന്നുള്ളൂ. സംഭവത്തിൽ ഏജൻസിയെ ബന്ധപ്പെട്ടെങ്കിലും ഇവർ കൈയൊഴിഞ്ഞു. പറഞ്ഞ് ചെയ്യിപ്പിക്കും, പറഞ്ഞൊന്നും ചെയ്യുന്നില്ല. ഇവർ വാങ്ങിച്ച് നിങ്ങൾ ഏജന്റോട് എന്നോട് പറഞ്ഞാൽ അറബി പറഞ്ഞാൽ ഏജന്റിനോട് സംസാരിച്ചോ, ഏജൻസിൻ്റെ ഞാൻ 1400 പറഞ്ഞിട്ടില്ല, 1800 ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളെ ഏജൻസി പറ്റിച്ചെന്ന് അറിഞ്ഞു. വലിയ തുക കമ്പനിക്ക് നൽകിയാൽ മാത്രമേ ഹൃദിക്കിന് ഇനി തിരികെ വരാൻ സാധിക്കൂ. സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ദുൽകിഫിൽ വഴി പരാതി നൽകി. അദ്ദേഹത്തിൻ്റെ പരാതി ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഞാൻ മുഖേന കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ACPക്ക് ആ പരാതി ഫോർവേഡ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ആക്ഷനിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ഉത്തരവെടുക്കുകയും നൽകിയിട്ടുണ്ട്. പരാതി അന്വേഷണത്തിനായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.